നമസ്കാരം. പ്രേമരാജൻ പുന്നാട്. അപ്പോൾ ഞാൻ ഇന്നലെ സ്വകാര്യ ബസ്സിൻ്റെ ഈ അപകടകരമായ മരണപ്പാച്ചിലുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തപ്പോൾ ബസ് തൊഴിലാളികളും അവരുടെ സുഹൃത്തുക്കളും ആളുകളും കൂടി അതിനകത്ത് ഭയങ്കര കമൻറ്റുകളായിട്ട് ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഇന്നലെ വന്ന ബസ്സിന് സ്പീഡില്ല. ഞാൻ ഇന്നലെ വന്ന ബസ്സിൻ്റെ കഥ മാത്രമല്ല പറഞ്ഞത്. എനിക്കുണ്ടായ ഒരു അനുഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാൻ കാരണം. ഞാൻ ഒരു തവണ ആ വീഡിയോ ഒഴിവാക്കിയതാണ്. ഇന്നലെ രാവിലെ ഞാൻ പുന്നാടുന്ന് ഇരട്ടിയിലേക്ക് വരുന്ന സമയത്ത് ഇരട്ടി ടൗണിലെത്താൻ പയഞ്ചേരി മുക്ക് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ അതിനെ ഡിവൈഡറിൻ്റെ അവിടെ എത്തിയപ്പോൾ പേരാവൂർ റോഡിലേക്ക് തിരിയുന്ന രണ്ട് വാഹനം, മുമ്പിലൊരു വണ്ടി, അവിടെ അങ്ങനെ ബ്ലോക്കിൽ കിടക്കുകയാണ്. എനിക്ക് മുമ്പോട്ട് വണ്ടി എടുക്കാൻ ഒരു നിർവാഹവും ഇല്ലാതെ നിൽക്കുമ്പോൾ സ്വകാര്യ ബസ് ബാക്കിൽ വന്നിട്ട് ഒരേ ഹോൺ മുഴക്കലാണ്. ഒരേ ഹോൺ മുഴക്കുമ്പോൾ ഞാൻ കൈകൊണ്ട് പുറത്ത് ഇതാക്കിയിട്ട് പറഞ്ഞു എനിക്ക് മുമ്പിൽ പോകാൻ വഴിയില്ല, അതുകൊണ്ടാണെന്ന്. പക്ഷേ ഈ ഡ്രൈവർ സീറ്റിലിരുന്ന ഈ ഡ്രൈവർ ഒരേ ഹോൺ മുഴക്കലാണ്. അവസാനം ഞാൻ മുമ്പോട്ട് നീക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്നുമല്ല നീക്കിയപ്പോൾ ഇവൻ്റെ ഇടത് സൈഡിലേക്ക് കൂടി കയറിയിട്ട് എൻ്റെ വണ്ടിയും അവിടെ ജാമായി. ഈ ബ്ലോക്ക് ഉണ്ടാവാൻ കാരണം പഞ്ചേരി മുക്കിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ബസ് സ്റ്റോപ്പുണ്ട്. ആ ബസ് സ്റ്റോപ്പിൻ്റെ നടുവിൽ മറ്റൊരു ബസ് നിർത്തി ആളെ ഇറക്കുന്നു. കാരണം ഈ ബാക്കിൽ വരുന്ന ബസ്സുകാരൻ ഇവനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട്. പഞ്ചേരി മുക്ക് കഴിഞ്ഞാൽ പിന്നെ ബസ് സ്റ്റാൻഡേ ഉള്ളൂ. ഇന്നലെ ആരോ കമൻറ്റിൽ അങ്ങനെ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടുന്ന് പിന്നെ വേറെ ആളെ എടുക്കാനൊന്നുമില്ല. പിന്നെ അവിടെ സ്റ്റാൻഡിൽ പോയിട്ട് അവർക്ക് വിശ്രമിക്കേണ്ടവരാണ്. അവർ ഇരട്ടി വരെ ഉള്ളൂ. പിന്നെ കൂട്ടുപുഴ പോകേണ്ട ബസ്സൊക്കെ ആണെങ്കിൽ കൂട്ടുപുഴ വരെ എത്തണം എന്നൊക്കെ പറയാം. അപ്പം എന്നിട്ട് അവരെ ആ ബ്ലോക്ക് മാറി മുമ്പോട്ടേ പോകുന്നുണ്ട്. ഈ ബസ് വന്നിട്ട് എന്നെ എന്താ പറയേണ്ടത്, റോഡിൻ്റെ ലൈനിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിൽ അതിൻ്റെ ബാക്ക് കൊണ്ടുവന്ന് അതിനെ കൊണ്ടൊരു കളി കളിച്ചു. നമുക്ക് മുമ്പിൽ പോകാൻ വഴിയുണ്ടെങ്കിൽ നമ്മളങ്ങ് പോകില്ലേ, പിന്നെ ഇവരെ തടസ്സപ്പെടുത്തുക. ഞാൻ ഒരിക്കലും ഒരു ബസ്സുകാരെയും തടസ്സപ്പെടുത്തില്ല. കാരണം ബസ് വരുന്നുണ്ടെങ്കിൽ ഒഴിവുണ്ടെങ്കിൽ വേഗം പോയിക്കോട്ടെ എന്ന് വിചാരിക്കില്ല. കാരണം ഇവരെ ആ നിലയിലുള്ള ഒരു ഇടപെടലാണ്. അതുകൊണ്ട് പിന്നെ സമയത്തിൻ്റെ ഒരു പ്രശ്നം ഇവർക്കുള്ളത് കൊണ്ട് ഞാൻ ഇവരെ ഹോൺ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വിട്ടുകൊടുക്കലുണ്ട്. ഇന്നലെ വൈകുന്നേരം ഞാൻ ഇരിക്കൂർ വരെ പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പെരുമണ്ണ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് മറ്റൊരു ബസ് ഭയങ്കര സ്പീഡിൽ വന്നിട്ട് ഒരു ഓവർടേക്ക് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ വണ്ടിയെല്ലാം പറന്നു പോയിന്നാണ്. ഇത് ഇങ്ങനെ 2-3 അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ ഓർത്തു ആ വിഷയം എന്തായാലും വീഡിയോ ചെയ്യേണ്ടത് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീഡിയോ ചെയ്തത്. മട്ടന്നൂരെ സംഭവം അവിടെ ഇന്നലത്തെ ബസ് നിങ്ങളുടെ CCTVയിൽ ഒരു പക്ഷേ സ്പീഡ് കുറവായിരിക്കാം, പക്ഷെ പലപ്പോഴും അവിടെ സ്പീഡിൽ പോകുന്നുണ്ട്. ഇനി അവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇവർ വാഹനവും ബസ് ഓടുമ്പോൾ ഇവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിരത്തിലുള്ളവരാണല്ലോ. നമ്മൾ പലപ്പോഴും വരുന്നവരാണ്. പക്ഷേ ഇവരുടെ മുമ്പിൽ മറ്റൊരു വാഹനം ഉണ്ടാകാൻ പാടില്ല, ഇവർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഈ സീറ്റിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഹോൺ മുഴക്കും. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണൂരിൽ നിന്ന് കണ്ടതാണ്. കണ്ണൂരിൽ നിന്ന് ഇവർ ഒരേ ഹോൺ മുഴക്കി ഒരു എല്ല് ബോർഡ് വെച്ച് വന്ന ഒരു അയാൾ ഈ ബസ്സിൻ്റെ ഇരച്ചിലും ഇവരെ ഒരു ഡോറിനടിയൊക്കെ ഉണ്ട്. ഈ ഡോറിനടിയൊക്കെ കണ്ടിട്ട് വണ്ടി പാളി ഡിവൈഡർ കൊണ്ട് അടിച്ചു കൊടുത്തു. അവർ പറഞ്ഞു എനിക്കിനി എടുക്കാൻ പറ്റില്ല, ഞാൻ പേടിച്ചു പോയി, ബാക്കിൽ നിന്നുള്ള ഓണടിയും ഇതൊക്കെ കേട്ടിട്ടിരുന്നു. എന്നിട്ട് വേറെ ആൾ വണ്ടി മാറ്റി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ ഈ നാട്ടിലുണ്ട്. അതിനെ പ്രതിഷേധിച്ചതിനാണ് അവരെ ഞാൻ അഭിനന്ദിച്ചത്. നല്ല ആര് ചെയ്താലും അവരെ ഞാൻ അഭിനന്ദിക്കും. അത് DYFI ആയാലും RSS ആയാലും അതേത് രാഷ്ട്രീയ പാർട്ടി ആയാലും അത് ലീഗായാലും. കാരണം ഇതൊരു പ്രശ്നമാണ്. ഇപ്പം ഇവർ അവകാശപ്പെടുന്നത് നമുക്ക് സമയമില്ല എന്നാണ്. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ആ സമയം ഉണ്ടാക്കേണ്ടത് ഇവിടുത്തെ അധികാരികളാണ്. നിങ്ങൾക്ക് സമയം അനുവദിച്ച് തരാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നമ്മളുടെ സമയം അപഹരിച്ചിട്ട് നിങ്ങൾ ഓടുകയല്ല വേണ്ടത്. നമ്മളെ നിരത്തിൽ ഓടാതിരിക്കാൻ വിടുകയുമല്ല വേണ്ടത്. ഞാൻ മറ്റു വാഹനങ്ങളുടെ അപകടവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തയ്യാറാക്കി വെച്ചതാണ്. പക്ഷേ ഇന്നലെ ഇട്ട ആ വീഡിയോയിൽ ബസ്സിൻ്റെ തൊഴിലാളികളും അവരുടെ ആളുകളും കൂടി വന്നിട്ട് പ്രതികരണം നടത്തിയതുകൊണ്ടാണ് എന്താണ് ഞാനത് ഇടാനുണ്ടായ കാരണമെന്ന് പറയാൻ കാരണം. പല ബസ്സുകളും പ്രത്യേകിച്ച്
ഈ ചുമന്ന കളറിൽ വരുന്ന ബസ്സുകൾ അവർ അമിത സ്പീഡിൽ തന്നെയാണ് വരുന്നത്. അമിത സ്പീഡിൽ വരുന്ന അത് നിങ്ങൾ അപകടം ഉണ്ടാകുന്നില്ല. അത് ആ അപകടം എല്ലാ വാഹനത്തിലും സംഭവിക്കും. പക്ഷേ മറ്റ് വാഹനങ്ങളെ സഞ്ചരിക്കാൻ അനുവദിക്കാതെ ശബ്ദമലിനീകരണം, ഹോണടിച്ച് ഡോറിനടിച്ച് ആളുകളെ ഭയപ്പെടുത്തി ഇവർ വരുമ്പോൾ എല്ലാവരും വഴിമാറണം എന്നുള്ള രീതി ശരിയല്ല. അത് എന്താ പറയേണ്ടത്, അതിനെ നിയന്ത്രിക്കണം, അതിനെ ഇല്ലാതാക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബസ് സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് RTO അനുവദിച്ച സമയം ആ സമയത്ത് നിങ്ങൾ പുറപ്പെട്ടാൽ നിങ്ങൾക്ക് കൃത്യസമയത്ത് എല്ലാവരും എത്താൻ വേണ്ടി പറ്റും. നിങ്ങളത് പുറപ്പെടുന്നില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ സ്റ്റാൻഡിൽ നിന്ന് വിടാൻ പറഞ്ഞാൽ, ഇപ്പോൾ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി വിടാൻ പറഞ്ഞാൽ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കും. പിന്നെ മലബാറിനടുത്ത്, ആശീർവാദിനടുത്ത്, പഴയ സ്റ്റാൻഡിൽ ഇവിടെയെല്ലാം കുറേ സമയം നിർത്തി കാൽ ടാക്സി വരെ നിങ്ങൾ ഉരുട്ടും. അത് കഴിഞ്ഞിട്ട് പിറകിലത്തെ വണ്ടി വിട്ടോ, ഇപ്പോൾ ഉള്ള പുതിയ പരിപാടിയാണ്. ലൈനിൽ മുഴുവനും ഫോണിൽ വിളിച്ച് കണ്ടക്ടർ, ഈ ഡ്രൈവർമാർ മാത്രമല്ല കണ്ടക്ടർമാരും ഫോൺ എടുക്കുന്നത് അവസാനിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഈ മരണപ്പാച്ചിലും അതുപോലെ തന്നെ ഈ പരിപാടി നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് പറഞ്ഞു തരാം, അത് എന്താണ് എന്നുള്ളത് മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നലെ ഞാൻ ആ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം ആരെയും പ്രസാദിപ്പിക്കാനോ ഒന്നുമല്ല. ഇങ്ങനെ ചില അനുഭവങ്ങൾ, നമുക്ക് വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല, വലിയ ബസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറിക്കൊടുക്കണം. മറ്റ് ടൂറിസ്റ്റ് വാഹനത്തിൻ്റെയും മറ്റ് വണ്ടീൻ്റെയൊക്കെ അപകടങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അത് ഞാൻ വീഡിയോ ചെയ്തു വെച്ചതാണ്. പക്ഷെ അത് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് അത് എന്താണ് എന്ന് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുള്ളതുകൊണ്ടാണ്. അല്ലാണ്ട് മട്ടന്നൂർ നടന്ന സംഭവത്തെയോ അവർ ചെയ്യുന്നതിനെ ന്യായീകരിക്കുന്നതല്ല. അതുകൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ വാഹനം പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇടപെടൽ ഈ സ്വകാര്യ ബസ്സിൽ നിന്നുണ്ട്. ഈ അമിതമായ ശബ്ദ മലിനീകരണം, അവരുടെ ഈ എന്താ പറയേണ്ടത്, ഇടത്തോ വലത്തോ ഒന്നുമില്ലാതെ വണ്ടി കയറി റോഡ് മുഴുവൻ അവരതാണ് എന്നുള്ള നിലയിലേക്കുള്ള ആ വിഷയം ചില അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് പറയേണ്ടി വന്നത്.